കോളേജ് യൂണിയൻ ആർട്ട് ഫെസ്റ്റ് സ്പന്ദനം 2020 അവസാന ദിവസത്തിലെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ വേദിയൊന്നിൽ ആവേശകരമായ ഒപ്പന മത്സരം പുരോഗമിക്കുന്നു. സാകളെ കൂടിപ്പോൾ അരമണിക്കൂറിനുള്ളിൽ പരിപാടി ചെയ്യും. രണ്ട് ടീമിന് ഏകദേശം ഒരേ പോയിന്റാണ്. അടിപൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ഓരോ കണ്ണു വേണം. ആവേശം കൊടിയേറും ആഘോഷങ്ങളുമായി പോരാട്ടം പൊടിപാറും ആരവമേളമിത ആകാശം കാതോർക്കും മണ്ണിനുത്സവമായി പുതുവേഷം ചിറകാകും കരഘോഷം പാടരാണ് ഇടിവെട്ടിത്തീളങ്ങാണ് ഞാനം വീരാതീരമ്പാണ് മലദേശം പാലവേഷം അരങ്ങുകൾ ഒരുങ്ങാണ് പോരാം സഹോ പുതുപുത്തൻ നിറങ്ങള് മനസ്സിൽ വന്നിറങ്ങാണ് മുളപൊട്ടിത്തുടങ്ങാണ് കാലകാലിനാലകാല് ഒരു പറ്റം പാറവാകൾക്കാണ് മോദപാദങ്ങള് മാർഗം കളി പ്രാക്ടീസ് ചെയ്യാം. നിനക്കൊന്നും കിട്ടിയാ? ആ സെക്കൻഡ് ഉണ്ട്. ഈ ഒരു ഐറ്റം കൂടി ഇനി കയറാൻ ബാക്കിയുള്ളൂ. ഇതും കൂടി ഫസ്റ്റ് അടിച്ചാൽ ഇപ്രാവശ്യം കപ്പ് നമുക്ക് തന്നെ. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഈസി ഡിപ്പാർട്ട്മെന്റിന്റെ ടീം ക്യാപ്റ്റൻ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. സ്വാതി, എനിക്ക് നിന്നെ മാത്രമേ പ്രതീക്ഷയുള്ളൂ. പൊളിക്കണം. മാർഗംകളി മത്സരം കഴിഞ്ഞതോടുകൂടി പരിപാടികൾ അവസാനിച്ചതായി അറിയിക്കുന്നു. എടാ ഞാനെന്നാ പോട്ടെ, എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ഒരറിയിപ്പുണ്ട്. തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 5:30 ബസ് പുറപ്പെടുന്നതായിരിക്കും. കോളേജ് ബസ്സിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന എത്രയും പെട്ടെന്ന് നിങ്ങൾ നടന്നോ, ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് വരാം. എൻ്റെ ഫോണിങ്ങിതാ.
അബി എൻ്റെ ഫോൺ ഇങ്ങതാ. ഫോൺ ഞാൻ തരാം. എന്തെൻ്റെ പ്രശ്നം എന്താന്ന് പറ. വിളിച്ചാൽ റിപ്ലൈ ചെയ്യുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നില്ല. എന്തെൻ്റെ പ്രശ്നം? ഒന്നുമില്ല, നിനക്കിപ്പോൾ ഫോൺ തരാൻ പറ്റൂല്ലയോ? പറ്റൂല. നീ കാര്യം എന്താന്ന് പറ. അത് നിനക്കെന്നെ മടുത്തു, അതാ നിന്റെ പ്രശ്നം? ഇല്ല. പിന്നെ എന്താണ്? നീ തന്നെ എൻ്റെ പ്രശ്നം. നിന്റെ ഈ ഒടുക്കത്തെ സിനിമ പ്രാന്ത് എപ്പം നോക്കുമ്പോൾ നീ ബിസി, നിനക്ക് ടൈം കിട്ടുമ്പോൾ മാത്രം നീ വിളിക്കുക. എന്നാൽ എനിക്കൊന്നും മിണ്ടണമെന്നോ സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ അതിനെ ഞാൻ കണ്ട പെമ്പിളാരുടെ പിന്നാലെയല്ലോ പോണ്, സിനിമയുടെ പിന്നാലല്ലേ. അതെൻ്റെ പാഷനല്ലേ. അബി, അതൊന്നും നിനക്ക് പറഞ്ഞാൽ തിരിയില്ല. എനിക്ക് നിന്നെ ഇഷ്ടം തന്നെയാ. പക്ഷെ നീ ഇങ്ങനെ സിനിമേൻ്റെ പിന്നാലെ പോകുമ്പോൾ നിന്റെ ലൈഫിൽ എനിക്കുണ്ടാകുന്ന ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവുക. എടി, അതൊക്കെ നിന്റെ ഒരു തോന്നലാണ്. എടാ മറ്റേ കസേരയിലെടുത്തില്ലേ നീ? ആടാ കസേരയൊക്കെ എടുത്ത് കഴിഞ്ഞതാ. എടാ പിള്ളേരൊക്കെ പോയോ? എല്ലാവരും പോയിട്ടുണ്ടാവും. ചായ കുടിക്കാം. നീ ആ സ്വാതിക്ക് ഷെയ്ക്കാൻ്റെല്ലാം കൊടുക്കുന്നുണ്ടില്ലല്ലോ. എന്താ അവള് മാത്രം മാർഗം കളി കളിച്ചിട്ടു, നമ്മളൊന്നും കളിച്ചില്ലേ? ഓള് പൊളിയല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് പ്രൈസ് കിട്ടിയത്. വന്ന് വന്ന് നീ ഇപ്പം കലിപ്പൻ്റെ കാന്താരി വന്നിട്ടാ. സമയം കുറേ ലേറ്റായി, നമുക്ക് പോയിക്കൂടെ? കുറച്ചുകൂടെ കഴിഞ്ഞ് പോവാ. ഇപ്പം എല്ലാവരും പോയിട്ടുണ്ടാവും. വാ പോവാ, ലേറ്റായി. നടന്നോ. എടാ വാ. ഇത് അബി, ആ വരുന്നേ. എന്താ പറ്റിയേ? ഇത് പൂട്ടി. എന്താ ചെയ്യാ? ഹലോ, ആരുല്ലേ? ആരെല്ലാം ഒന്ന് വരുവോ? എനിക്ക് നല്ല പേടിയാവുന്നില്ല. നീ ഇപ്പൊ എന്താ ചെയ്യാ? അബി, ആവശ്യം കാണുന്നില്ല. അബി എനിക്ക് നല്ല പേടിയാവുന്നത്. ഞാനിപ്പോ താഴെ ചാടൂട്ടാ. ഒന്നും മിണ്ടാണ്ടിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. നീ ഒന്ന് ഫോൺ ചെയ്താ, ഞാനൊന്ന് സ്വാതിനെ വിളിച്ച് പറയട്ടെ. അവളൊക്കെ പോയിട്ടുണ്ടാവും. ഒന്ന് വിളിച്ച് പറയാലോ. ഈശ്വരാ, ചാർജ് ഇല്ല. എടാ ഇത് അവരെടുത്തൊക്കെ ആയിരിക്കല്ലേ? അതെടുത്തുക്കടാ. എന്നത് പിള്ളേരെടുക്കുമായിരിക്കും അല്ലേ? നീ ഒന്ന് ആരെങ്കിലും വിളിച്ചു പറ. എന്റെ ഫോൺ ആ യൂണിയൻ റൂമിൽ വെച്ച് മറന്നുപോയി. ചെയ്യാനാ, ഇവിടെ വരാൻ കണ്ട നേരം. റിങ് ചെയ്യുന്നുണ്ടാ? എടുക്കുന്നില്ലല്ലോ. ഫോൺ ഇപ്പൊ ഓഫ് ആവും. നീ അവൾക്കൊരു വോയിസ് നോട്ട് അയച്ചു നോക്കിയാ? സ്വാതി, ഞാനും അബി ഇവിടെ സെൽ ബ്ലോക്കിന്റെ ടെറസിൽ കുടുങ്ങിയിട്ടാണ്. നീ ഒന്ന് ആരെങ്കിലും വിളിച്ചു ഓഫായി.
എനിക്ക് അല്ലെങ്കിൽ തന്നെ പേടിയാവുന്നുണ്ട്. ഏത് നേരവും ഫോണ് കുത്തി കളിക്കുന്നതാണല്ലോ, ഒരാവശ്യം വരുമ്പോ ഉണ്ടാവില്ല. എന്റെ പൊന്നൂരിപ്പ് നീ എന്ന് പറയുന്നത് നിന്റെ വർത്താനം കേട്ടതൊന്നും ഞാനത് കൂട്ടിയിട്ടെന്ന്. നീ കാരണം തന്നെ ഇതൊക്കെ വന്ന്. ഒന്നിത്തിരി സ്വൈര്യന്താ, ഒന്ന് പോയിത്താ. കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എൻ വീട്ടു സായമാ കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എൻ വീട്ടു സായമാ. നിനക്ക് വേറെ ഒരു സ്ഥലം കിട്ടിയില്ല അബി? എൻ്റെ അനു, എനിക്കറിയാം ഇതുപോലെ വല്ലതും ഉണ്ടാവുന്നു. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ടെൻഷൻ ആവുന്നുണ്ടാവും. ഇനിയിപ്പോൾ എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോലീസ് സ്റ്റേഷനിൽ അവരുടെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടാവോ? സാധാരണ ഒരു 10-21 വയസ്സായ പെൺകുട്ടി രാത്രിയിൽ ഇതുപോലെ കാണാതായി കഴിഞ്ഞാൽ ഏതച്ഛനും കേസ് കൊടുക്കേണ്ടതാണ്. പിന്നെ നിൻ്റെ അച്ഛനായോട് പറയാൻ പറ്റില്ല. പിന്നെയില്ല അബി, ആ രാഹുൽ കുറച്ച് ദിവസമായിട്ട് പിന്നാലെ നടക്കുന്നുണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അതിനോന് നമ്മളെ പറ്റിയൊന്നും അറിയില്ല. അറിയാം, ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, അവൻ കേൾക്കുന്നില്ല. അത് നീ പറയേണ്ട പോലെ പറയറ്റാ. അനു അനു, നമ്മളെന്തായാലും രാവിലെ അല്ലേ പോവുള്ളൂ. രാത്രി എന്തായാലും ഒറ്റക്കാണല്ലോ. അല്ല, ഇനിയിപ്പൊന്നും നടന്നില്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാനൊന്നും പോണില്ല. ഈ പ്രേമം എന്ന് പറയുന്നത് വളരെ അനശ്വരമായൊരു സംഭവമാണ്, അല്ലാണ്ട് അവസരം കിട്ടുമ്പോൾ ഇങ്ങനെ മുതലാക്കുന്നതല്ല. നമുക്ക് രാവിലെ വരെ കുറേ സംസാരിച്ചിരിക്കാം.
അനുവിന് വന്നേ എണീക്ക് വാച്ചും വരുന്നുണ്ട്, ഗേറ്റ് തുറക്കാൻ. നീ വന്നേ എണീക്ക്. ഈ നേരത്ത് നമ്മളിവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ നിനക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. വന്നെനിക്ക് വാ വാ വാ. ഇവിടെ വെച്ചാൽ നമ്മൾ കണ്ടാലുള്ള അവസ്ഥ അറിയാലോ. അതുകൊണ്ട് ദൈവം ഇത് മണ്ടങ്ങളിന്നും കളിച്ചേക്കരുത്. ഞാൻ മണ്ടം കളിയൊന്നും ഞാൻ ഒന്നും ചെയ്യില്ല. ഇങ്ങോട്ട് വാ. अभी बैग ഹലോ, ആ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്, ഞാനിപ്പോൾ വരാം.
അനു അനു അയാള് പോയാ? ആളൊക്കെ പോയി. അല്ല നീ എന്ത് നനഞ്ഞിരിക്കുന്നേ? ഞാൻ അയാളെ വരുന്ന കണ്ടപ്പോ ഈ ടാങ്ക് കയറി ഒളിച്ചാ. അയാളിപ്പോ നോക്കാൻ വരും. നീ താഴേക്ക് ഇറങ്ങിയേ. ഇറങ്ങി വാ. അബി അയാള് ശരിക്കും പോയിട്ടുണ്ടാവില്ലേ? പോയതാന്ന് നോക്കി നോക്കാം.